ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പരസ്യവാചകമാണല്ലേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ആത്യന്തികമായിട്ട് അന്വേഷിക്കണത് എന്താ? എല്ലാവരും അന്വേഷിക്കുക നമ്മുടെയൊക്കെ തന്നെ സന്തോഷമായിരിക്കും. ഞാൻ എന്ത് ചെയ്യുമ്പോഴും, ഞാൻ എന്ത് പ്രവർത്തിക്കുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ എവിടെ ആയിരിക്കുമ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ വ്യക്തിപരമായിട്ട് എൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഈ സന്തോഷം, ചിലർ സൗന്ദര്യത്തിൽ സന്തോഷിക്കും, ചിലർ സമ്പത്തിൽ സന്തോഷിക്കും, ചിലർ ആരോഗ്യത്തിൽ സന്തോഷിക്കും. പക്ഷേ ഈ സന്തോഷങ്ങളെ നിങ്ങളൊന്ന് നോക്കി നോക്കി, ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോയിരിക്കും അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആരോഗ്യത്തിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ സന്തോഷം തീർന്നു പോകും. സൗന്ദര്യത്തിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മുഖത്തൊരു കുരു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം തീർന്നു പോകും. അപ്പോൾ ചില സന്തോഷങ്ങൾ ഇങ്ങനെ ക്ഷണികമായിട്ട് പെട്ടെന്ന് തീർന്നു പോണത്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിലൊക്കെ നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്ന ചില സന്തോഷങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ 11ാം ക്ലാസ്സിൽ 11ാം പാഠത്തിൽ നമ്മൾ കാണാൻ പോണത് എന്താണ് യഥാർത്ഥ സന്തോഷം, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം ആനന്ദദായകമാണോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ സന്തോഷം? വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ: ആർക്കും നമ്മിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും തന്നെ തീർന്നു പോവാത്ത ഒരു സന്തോഷം. അതിനെയാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ സന്തോഷം ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തിതനായ ഈശോയാണ്. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കുരിശുമരണത്തിന് മുമ്പ് പറയുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഉത്തിതനായ ഈശോയെ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ സന്തോഷം ഉണ്ടാകുന്നത് ക്രിസ്തു തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഉത്തിതനായ ഈശോയോടൊപ്പമുള്ള ജീവിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് വളർന്നു വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉത്തിതനായ ഈശോ നമ്മുടെ സന്തോഷത്തിന്റെ കേന്ദ്രമായിട്ട് മാറണേ? നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് സന്തോഷം എടുത്തു മാറേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് നിയമങ്ങളാണ്, രണ്ടാമത്തെ പാപമാണ്, മൂന്നാമത്തെ മരണമാണ്. ഈ 3 കാര്യങ്ങളെയും ജയിച്ചിട്ടാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണം, ഉത്തിതനായ ഈശോ വന്ന് നിൽക്കണം. അപ്പോൾ ഉത്തിതനായ ഈശോയോടൊപ്പമുള്ള ഈ ഉത്തിതനായ ഈശോയെ അനുഭവിച്ചറിയുക എന്നതാണ് യഥാർത്ഥ സന്തോഷത്തിലേക്ക് വളരാനുള്ള ഏക വഴി. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തിതനായ ഈശോ നമുക്ക് ഇന്ന് ദൃശ്യമല്ലല്ലേ. ഈ ഭൂമിയിൽ ഉത്തിതനായ ഈശോനെ നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ വചനത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവാണ്, ഞാനൊരു സഹായകനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ക്രിസ്തു അയച്ച സഹായകനാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് വളർന്നു വരിക. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അത് പരിശുദ്ധാത്മാവിലുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ യഥാർത്ഥ സന്തോഷത്തിലേക്ക് വളരുള്ളൂ. ഏതൊരു ജീവിതത്തിനും നമുക്കറിയാം ഒരു മാർഗരേഖ വേണമല്ലോ. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതത്തിനും ഒരു മാർഗരേഖ വേണം. അങ്ങനെ ഒരു മാർഗരേഖയാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. തിരുസഭ സുവിശേഷത്തെ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഈശോയുടെ സന്തോഷത്തിലേക്കുള്ള വിളിയാണ് സുവിശേഷം. ഈ ഒരു സുവിശേഷാനുസൃതം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷമായിട്ട് മാറുക. ഈ സുവിശേഷത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. അങ്ങനെ ആത്മാവിനാൽ നിറയപ്പെട്ട് നമ്മൾ ജീവിക്കും. ആത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷാനുസൃതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സന്തോഷപ്രദമായിട്ട് മാറും. ഇനി ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പങ്കുവെക്കുമ്പോൾ അത് ഇരട്ടിയാവും. ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പങ്കുവെക്കുമ്പോൾ അത് കുറയും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ആ ക്രിസ്തുവിനെ മറ്റുള്ളവരായിട്ട് നമ്മൾ പങ്കുവെക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് സുവിശേഷവൽക്കരണം. ഇത് ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ നമ്മളിലേക്ക് ഒതുക്കാതെ നമ്മുടെ ചുറ്റിലുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ സന്തോഷം അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ, വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ സമരിയാക്കാരെ സ്ത്രീനെയൊക്കെ,
അവൾ അറിഞ്ഞ ക്രിസ്തുവിനെ അവളുടെ നാട്ടിൽ പോയി പ്രഘോഷിക്കുമ്പോൾ അവളുടെ സന്തോഷം ഇരട്ടിയായിട്ട് മാറാണ്. അതുപോലെ നമ്മുടെ സന്തോഷം ഇരട്ടിയാവണമെങ്കിൽ നമ്മൾ സുവിശേഷത്തിൽ അറിഞ്ഞ ക്രിസ്തുവിനെ നമ്മുടെ ചുറ്റിലും പകർന്നു കൊടുക്കണം. ഈ സുവിശേഷവൽക്കരണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ക്രിസ്തു നമ്മളെ വരമേൽപ്പിച്ചിട്ട് നമ്മളോട് പറയണത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മളുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ അല്പം കൂടി ഭാവാത്മകമായിട്ട് കാണാന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രവണത എന്ന് പറയുന്നത് ഈ ലോകം തിന്മയാണ്, അല്ലെങ്കിൽ തിന്മയുടെ ലോകമാണിത്, സാത്താന്റെ ലോകമാണ്. ഇവിടെ ഈ ലോകത്ത് മൊത്തം നടമാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ തിന്മയാണ്. അങ്ങനെ പലപ്പോഴും ഈ ലോകത്തെ ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇന്ന് കൂടി വരികയാണ്. അവിടെ ഈ ലോകത്തെ അല്പം കൂടി ഭാവാത്മകമായിട്ട് കാണാൻ, അല്പം കൂടി പ്രത്യാശ മനോഭാവത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, അതിനെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു ഉപാധിയാക്കി മാറ്റാൻ, ഈ ലോകത്തിൽ തന്നെ സന്തോഷത്തിന്റെ ഒരു ഉപാധിയാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ലോകം നന്മയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നന്മയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ സഹനങ്ങൾ ഉണ്ടാവണേ? ഈ സഹനങ്ങളുടെ, അതായത് ക്രിസ്തീയ സന്തോഷത്തിന്റെ ഏറ്റവും വലിയ ഒരു മഹനീയത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഹനങ്ങളുടെ ഇടയിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതാണ്. പല വിശുദ്ധരും ജീവിതത്തിൽ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്തിട്ട് നമുക്ക് മാതൃക കാണിച്ചു തരുന്നതല്ലേ. അൽഫോൻസാമ്മ പോലെ നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള വിശുദ്ധര് ഉൾപ്പെടെ ഒത്തിരി വിശുദ്ധര് സഹനങ്ങളിലൂടെ ക്രിസ്തുവിനെ അനുഗമിച്ചവരുണ്ട്, അതിൽ സന്തോഷം കണ്ടെത്തിയവരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ സഹനങ്ങളിൽ ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്താൻ പറ്റണേ? ഈ സഹനങ്ങളുടെ ഇടയിലും സന്തോഷിക്കാൻ പറ്റണതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവര് ഉത്തിതനായ ഈശോനെ ജീവിതത്തിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഉത്തിതനായ ഈശോ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ പകർന്നു തരുന്ന ഏറ്റവും വലിയൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ്: ചങ്കുലയ്ക്കുന്ന വേദനകൾക്ക് അപ്പുറത്തും ഉത്ഥാനത്തിന്റെ ഒരു സന്തോഷം ഉണ്ടെന്നുള്ളതാണ്. ഈ ഉത്തിതനായ ഈശോനെ ജീവിതത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രതിസന്ധികളിലും വേദനകളിലും സങ്കടങ്ങളിലൊന്നും നമ്മൾ തളരത്തില്ല. ഒത്തിരി കൂടി ഉത്സാഹത്തോടുകൂടി സഹനങ്ങളുടെ ഇടയിലും സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ട് ഉത്തിതനായ ഈശോനെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ലക്ഷ്യമിക്കണത് എന്താ? സഹനങ്ങളിലൂടെ ആണെങ്കിലും സന്തോഷപ്രദമായ ജീവിതത്തിലൂടെ ആണെങ്കിലും കടന്നു പോകുമ്പോൾ നമ്മൾ ലക്ഷ്യമിക്കണത് എന്താ? സ്വർഗരാജ്യം, നിത്യജീവനാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം. ഇതിനെ സ്വന്തമാക്കാനായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്ന്. അപ്പോൾ ഈ നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ, നമ്മുടെ ചുറ്റുപാടിൽ നമ്മളാൽ കഴിയും വിധം ദൈവരാജ്യം പണിയാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ കുടുംബത്തിലായിരിക്കും, നമ്മളായിരിക്കുന്ന സമൂഹത്തിലായിരിക്കും, എവിടെ ആയിക്കോട്ടെ നമ്മളായിരിക്കും, അത് ദൈവരാജ്യത്തിന് ഇണങ്ങുന്ന ഒരിടമാക്കിയിട്ട് അതിനെ നമുക്ക് മാറ്റാൻ പറ്റണം. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം പണിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നമ്മുടെ ചുറ്റിലും നമ്മൾ ദൈവരാജ്യം പണിത് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതം സന്തോഷപ്രദമായിട്ട് മാറും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സന്തോഷത്തിനുള്ള മറ്റൊരു ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. സഹോദര സ്നേഹം നമുക്ക് ദൈവകൽപ്പനനെ ദൈവം തന്നെ രണ്ടായിട്ടാണ് തിരിച്ചേക്കണം: ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ദൈവസ്നേഹം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനായി ഈശോയിലുള്ള വിശ്വാസത്തിലൂടെയൊക്കെ. പക്ഷെ ഇനി സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷ ജീവിതത്തിന്റെ കവാടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇതാണ്: ഈ സഹോദരനോടുള്ള ഉത്തരവാദിത്വം. അതായത് നമ്മുടെ ചുറ്റിലുള്ള നമ്മുടെ സഹോദരന്മാരെ നമ്മൾ സഹായിക്കുമ്പോൾ, നമ്മളാൽ കഴിയും വിധം അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റി കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ സന്തോഷമായിട്ട് മാറും. ഇങ്ങനെ സന്തോഷപ്രദമായിട്ട് ജീവിച്ച് കടന്നു പോകുമ്പോൾ, ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലൊക്കെ ജീവിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ ചില പാകപ്പിഴകളൊക്കെ പറ്റും. ഈ പാകപ്പിഴകളെ തിരുത്താനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ സഹോദര സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന അവസരങ്ങളിൽ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കും, ദൈവത്തിന്റെ കൃപാവരങ്ങൾ നൽകി. അങ്ങനെ ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക്, ദൈവത്തിന്റെ കൃപാവരങ്ങൾ നൽകി നമ്മളെ തിരിച്ചു വിളിക്കുന്നതാണ് ഓരോ കൂദാശകളും. ആ കൂദാശകളെ നമ്മൾ ശരിയായിട്ട് സമീപിക്കണം. ഏറെ പ്രത്യേകിച്ച് അനുരഞ്ജന കൂദാശ, കുമ്പസാരം എന്ന കൂദാശ ക്രൈസ്തവന് കിട്ടിയേക്കണ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അവന്റെ ജീവിതത്തിൽ വന്നുപോയി പാകപ്പിഴകൾ
കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് തുറന്നു പറഞ്ഞിട്ട് തിരിച്ച് കർത്താവിലേക്ക് നടക്കാനായിട്ട് മറ്റേത് വിശ്വാസികളെക്കാളും ക്രൈസ്തവന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുമ്പസാരം എന്ന കൂദാശയാണ്. അതുകൊണ്ട് ആ കൂദാശനെ നമ്മൾ സ്നേഹിക്കുന്ന രീതി, ആ കൂദാശ സ്വീകരിക്കുന്നതിലുള്ള നമ്മുടെ ഒരു താല്പര്യം, അതൊക്കെ അല്പം കൂടി മനോഹരമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്പം കൂടി ആഗ്രഹത്തോടു കൂടി ആ കൂദാശനെയൊക്കെ സമീപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമായിട്ട് മാറും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഒരു ചാപ്റ്ററിൽ, അധ്യായത്തിൽ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും യഥാർത്ഥ സന്തോഷം എന്താണെന്നാണ്. യഥാർത്ഥ സന്തോഷം എന്താ? അത് ഉത്തിതനായ ഈശോയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, ഉത്തിതനായ ഈശോനെ കണ്ടെത്തുക എന്നുള്ളതാണ് യഥാർത്ഥ സന്തോഷം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഉപാധികളായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. അത് സുവിശേഷം ആയിക്കോട്ടെ, സുവിശേഷവൽക്കരണം ആയിക്കോട്ടെ, ഈ ലോകത്തിന്റെ നന്മകൾ കാണുന്നതാകട്ടെ, നമ്മുടെ സഹോദരന്മാരുള്ള സ്നേഹമായിരിക്കട്ടെ, ഈ ഭൂമിയിൽ ദൈവരാജ്യം പണിയുന്നതാകട്ടെ, കൂദാശകളിലൂടെ ശരിയായ സ്വീകരണമാകട്ടെ, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ, ഈ ക്രിസ്തീയ ജീവിതത്തെ അല്പം കൂടി ആനന്ദദായകമായി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങളൊന്നും ഒരിക്കലും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കരുത്. അത് ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇപ്പോൾ നമ്മൾ വചനത്തിലെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മൾ നോക്കി, പരിശുദ്ധ മറിയം. ഈശോയുടെ അമ്മയാവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് വിളിയുണ്ടാവാണ്. പരിശുദ്ധ അമ്മ നമുക്കറിയാം വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട്, പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവളുടെ ജീവിതത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, ആകുലതകളുണ്ട്. പക്ഷെ ആ ആകുലതകളൊന്നും അവളുടെ ഉള്ളിലേക്ക് ഒതുക്കുന്നില്ല. അവള് കർത്താവിന്റെ ദൂതനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോ ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്തു? അവൾക്ക് ദൈവം തന്നെ ദൈവത്തിന്റെ ദൂതനിലൂടെ അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ ഒരുപാട് സംശയങ്ങൾ, ചില സംശയങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അത് ചോദിക്കേണ്ടവരോട് ചോദിക്കണം. അങ്ങനെ നമ്മുടെ സംശയങ്ങൾ തീർത്തിട്ട് വേണം നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ആയിരിക്കാൻ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉത്തരം ഇല്ലാണ്ടായി പോകും. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഈ ഒരു നമ്മൾ 12 വർഷം കാറ്റഗിസം പഠിക്കുന്നു, ഇപ്പം നിങ്ങൾ 11ാം ക്ലാസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ചില സംശയങ്ങളുണ്ടാവും, ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില സംശയങ്ങൾ. ആ സംശയങ്ങൾ നമ്മൾ നമ്മുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ വികാരിച്ചിനോടോ അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കണം. ദൈവത്തോടായാലും ചോദിക്കണം. അപ്പോൾ ദൈവത്തിന്റെ സ്വരമായാലും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ സംസാരിക്കും. അങ്ങനെ നമ്മുടെ സംശയങ്ങൾ തീർത്തിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതിനായിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.